യാക്കോബ് 4:13 മുതലുള്ള തിരുവചനങ്ങൾ. യാക്കോബ് 4:13. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. ഇതാണ് നിങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ഇപ്പൊ ന്യൂസിലൻഡിന്റെ വൈറസ് കയറിയിട്ട് ന്യൂസിലൻഡ് വേറെ ഒരു ദൈവമായിട്ട് മാറരുത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഓർക്കും, ഞാൻ ന്യൂസിലൻഡിനെ വിശ്വാസിച്ചില്ല, കർത്താവ് ഇപ്പോൾ അച്ഛൻ്റെ കൂടെ സംസാരിക്കുകയായിരിക്കും, എൻ്റെ കാര്യമായിരിക്കും പറയണം. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞിരിക്കണേ ഇത്രയേ ഉള്ളൂ. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിന്മേ കടിച്ചു തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ മർക്കട മുഷ്ടി എന്ന് പറയും, പിടിവിടാതിരിക്കും. അപ്പോൾ ഒന്ന് മാറ്റി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്, മാറ്റി ചിന്തിക്കണമെന്ന്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടിക്കുണ്ട്. ആ ഉടമ്പടി നമുക്ക് ഭയങ്കര നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അഗ്നി നക്ഷത്രം പോലെ കാലവർഷം വരുന്നതിന് മുമ്പ് അഗ്നി നക്ഷത്രം ഉദിക്കുമെന്ന് പറഞ്ഞില്ലേ 10 ദിവസം മുമ്പ്. അതുപോലെ അഗ്നി നക്ഷത്രം മോർണിംഗ് സ്റ്റാറായിട്ട് ഉദിച്ചത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. അമ്മ എന്താ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു. എന്താണ്? പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു ഉടമ്പടി, അതിന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് തന്നെ എന്താണ്? ഉടമ്പടി ജീവിതമാണ്. അപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ വരാൻ പോകുന്ന ദുരന്തത്തെ കവറിങ് ഉണ്ട് അതിൻ്റെ അകത്ത്. മനസ്സിലായില്ലേ? അതിനാണ് ഉപ്പ്, തേന്, കശുരൂപം, എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിരിക്കണേ. വരാൻ പോകുന്ന ദുരന്തം 2004 ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയണത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അത് പ്രകൃതി ദുരന്തമാകാം, ജീവിത ദുരന്തമാകാം. അപ്പം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോഴേ ദുരന്തത്തിന് എന്ത് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുരന്തത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഉടമ്പടിയും ഉടമ്പടി ജീവിതവുമാണ്. അപ്പോൾ ഉടമ്പടി ജീവിതം നമുക്ക് എന്താ തരണത്? വരാൻ പോകുന്ന ദുരന്തങ്ങളെ നിന്ന് സംരക്ഷണം നൽകും. ഈ ഔസേപ്പച്ചൻ പുതുമനയുടെ ഒരു സാക്ഷ്യം എങ്ങനെയാണെന്നറിയാമോ? ഇദ്ദേഹം ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഒത്തിരി ആൾക്കാർ കുളു മണാളിലൊക്കെ പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ ചിലരൊക്കെ കുറേ കഷ്ടപ്പാടൊക്കെ ജീവിച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നും ഒന്ന് ഫ്രഷാകാൻ പോകണമെന്ന് തോന്നും. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ആൾക്കാർ ഒത്തിരി പേര് അങ്ങനെ പോകുന്നുണ്ട്, പല സ്ഥലങ്ങളിലൊക്കെ ഫ്രഷാകാൻ പോകും. ഞാൻ വനത്തിലേക്കേ പോകത്തുള്ളൂ. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വനത്തിൽ പോകും. അവിടെ എവിടെയെങ്കിലും പോയി താമസിച്ച് അടിച്ചു പൊളിക്കാൻ പോകണമല്ല, അത് ശാന്തമായ പ്രകൃതിയിൽ വളരെ ചിലവ് കുറഞ്ഞ സ്ഥലത്ത് ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചൊക്കെ ചിലവഴിച്ച് ഫ്രഷായി പോകും. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ല, ഇവരെല്ലാം കൂട്ടിക്കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഫ്രഷാകാൻ വന്ന് ഫ്രഷായിട്ട് വരും, പ്രാർത്ഥിച്ച് ജപമാല അവിടെ കുർബാനയൊക്കെ ചൊല്ലി അങ്ങനെ പോരും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഔസേപ്പച്ചൻ പുതുമനയുടെ സാക്ഷ്യത്തിൽ പറയണത്, ഞാൻ കാശ്മീർ പോകാൻ വേണ്ടി 20,000 രൂപ മുടക്കി ഒരു അഡ്വാൻസ് കൊടുത്ത് വിനോദസഞ്ചാര ഏജൻസിക്ക് 20,000 രൂപ മുടക്കി ഒരു അഡ്വാൻസ് കൊടുത്ത്. അപ്പോൾ അഡ്വാൻസ് കൊടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി ബ്രെഡ് കേട്ട് അഡ്വാൻസ് കൊടുത്തവിടെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഡെയിലി ബ്രെഡ് കേട്ടെ. ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്നുണ്ട്, ബാലാമിൻ്റെ കഴുതയെക്കുറിച്ച് പറയുന്നുണ്ട്. നീ പോകുന്ന വഴികളിൽ നിനക്ക് ദുരന്തം ഉണ്ടാകുകയാണെങ്കിലേ അത് നിനക്കറിയാൻ പറ്റത്തില്ല, പക്ഷെ ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവം
കഴുതയെപ്പോലും നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി നിലനിർത്തും. ഇപ്പോൾ ബാലാക്ക് എന്ന് പറയുന്ന ദുർപ്രവാചകൻ ബാലാം പ്രവാചകനാണ്. പ്രവാചകൻ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് ശപിക്കാൻ വേണ്ടി. അത് ദൈവത്തിൻ്റെ സ്വന്തം ജനതയായത് കാരണം ആ ശാപം, ആ പോകുന്ന പോക്ക് ദൈവഹിത പ്രകാരമല്ലാത്ത കാരണം അത് ബാലാവിന് തന്നെ ആപത്തുണ്ടാകുന്ന കാരണം ദൈവം ഈ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഈ ബാലാവിന് മുമ്പ് ഒരു ദൂതനെ വിട്ടിട്ട് ദൂതൻ വാളുമായിട്ട് നിൽക്കണത് ഈ ബാലാം കാണത്തില്ല, കഴുത കാണും. കഴുത മാറി മാറി വരുമ്പോൾ അതിൻ്റെ പുറത്തിരിക്കുന്ന ബാലാവിൻ്റെ കാല് ഭിത്തിയിൽ ഉരഞ്ഞു പോകുമ്പോൾ അരിശം പറഞ്ഞിട്ട് ഈ ബാലാം ഈ ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുന്ന ദൂതനെ കാണുന്നില്ല, വഴി തടഞ്ഞ് നിൽക്കുന്ന ആളെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇയാളുടെ കഴുത തെമ്മടിത്തരം കാണിച്ച് കാരണം അയാളുടെ കാല് പോയി. അപ്പോൾ അയാളെ കഴുതയെ തല്ലും. അപ്പോൾ ഇതിൻ്റെ കഴുത സംസാരിക്കാൻ തുടങ്ങും. അതാണ് എൻ്റെ അപ്പോൾ ഈ പ്രവാചക വിഷയങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രസംഗവും കേൾക്കാം, സന്ദേശവും കേൾക്കാം. ഒരു പ്രസംഗമായിരിക്കും നിങ്ങൾ കേൾക്കണം, അതൊരു പ്രസംഗമല്ലേ എന്ന് പറയും. പക്ഷെ ദൈവ പൈതലാണെങ്കിൽ പറയും അത് പ്രസംഗമല്ല, സന്ദേശമാണെന്ന് പറയും. അതാണ് വിഷയം. അതാണ് സന്ദേശവും പ്രസംഗവും തമ്മിൽ. പ്രസംഗം കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പറയണത് ആ വിഷയത്തിൻ്റെ. സന്ദേശം ദൈവം നമ്മോട് അതിലൂടെ നേരിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഔസേപ്പച്ചമ്പുവിനേക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇത് നിന്നോട് സംസാരിച്ചാണെന്ന്. ദൈവത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്കിങ്ങനെ ജനറൽ മെസ്സേജ് കൊടുത്തിട്ട് പർട്ടിക്കുലറായിട്ട് നമുക്ക് പ്രത്യേക മെസ്സേജ് തരും. ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമാണ്, രസമാണ്. ദൈവമായിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇടിവെട്ട് ജീവിതമല്ലേ. അതായത് ജനറൽ മെസ്സേജ് കൊടുത്തിട്ട് അത് നിന്നെക്കാണെങ്കിൽ പറഞ്ഞിരിക്കണമെങ്കിൽ അത് നിനക്ക് അതിൻ്റെ ഇൻറ്റിമേഷൻ വരും. ഇപ്പോൾ ഇൻറ്റിമേഷൻ ഔസേപ്പിതാത്തിനോട് പറഞ്ഞ് ഇത് നിനക്കുള്ള മെസ്സേജാണ്, നിൻ്റെ ഈ കാശ്മീർ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള മെസ്സേജാണെന്ന് പറഞ്ഞു. ഉടനെ അത് വിശ്വസിച്ചു അദ്ദേഹം. അതാ ചിലർ വിശ്വസിക്കത്തില്ല. ചിലർ അതെനിക്ക് തോന്നിയാണെന്നൊക്കെ പറയും. ജഡിക മനുഷ്യന് അങ്ങനെയുള്ള കുഴപ്പമുണ്ട്. ജഡിക മനുഷ്യനും ആത്മീയ മനുഷ്യനും രണ്ട് സാരമില്ലേ. ഇപ്പോൾ ജഡിക മനുഷ്യനാണ് പറയും അതെനിക്ക് തോന്നിയതാണെന്ന് പറയും. നമ്മൾ ജഡിക മനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ആത്മീയ മനുഷ്യൻ ആത്മാവിനാലും നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ പ്രചോദനങ്ങളെ ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യും. ജഡിക മനുഷ്യൻ തട്ടിക്കളയും. അതെനിക്ക് തോന്നിയതായിരിക്കും, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ തോന്നണം. പക്ഷേ ഇദ്ദേഹം ഉടനെ അത് കട്ട് ചെയ്ത് കളയും. ഏതാണ് കാശ്മീർ ട്രിപ്പ് കട്ട് ചെയ്യും. അപ്പോഴുടനെ ഏജൻസി പറയും അച്ഛായ 20,000 രൂപ വെറുതെ പോകും. പോട്ടെ കർത്താവ്, ഞാൻ അങ്ങോട്ട് പോകാൻ കർത്താവ് ആഗ്രഹിക്കണില്ലെന്ന് പറയും. അപ്പോൾ 20,000 രൂപ കളഞ്ഞുകൊണ്ട് പുള്ളി അത് കട്ട് ചെയ്യും. പക്ഷേ എന്താ സംഭവിച്ചത്, ആ ട്രിപ്പ് കാശ്മീരിൽ ചെല്ലുമ്പോൾ അവിടെ വെള്ളപ്പൊക്കമാണ്, കുറേ പേര് മരിച്ചു. അതാണ് വിഷയം. അപ്പം ആ ട്രിപ്പിൽ പോകേണ്ടതാണ്. കർത്താവുമായിട്ട് ബന്ധമുള്ള കാരണം ട്രിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ ചില സമയത്ത് ഇതിന് വേണ്ടി മെയ്ഡപ്പ് ചെയ്ത് ദൈവമായിട്ട് നല്ല ബന്ധമില്ലെങ്കിൽ നമുക്കിത് മനസ്സിലാക്കത്തില്ല. നമ്മൾ പോയി ദുരന്തം വലിച്ചു മേടിക്കും. ഇപ്പോൾ ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടാണ് മാതാവ് ഉടമ്പടി തന്നിരിക്കണം. അപ്പോൾ ഉടമ്പടി പാക്കേജിൽ സംരക്ഷണ പാക്കേജുണ്ട്, അതെപ്പോഴും നമ്മൾ അറിയണം. ഉടമ്പടി ഉഴപ്പിയ ആ ദുരന്തത്തിൻ്റെ സംരക്ഷണം പോവും, ചെന്ന് പടിമേടിക്കും. ഉടമ്പടി ഉഴപ്പുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. നമ്മൾ ഉടമ്പടി ഉഴപ്പും എങ്ങനെയെങ്കിലും തൽക്കാലം അത് ഞാൻ ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തതാണ്, അത് നടന്നില്ലെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഉടമ്പടി ഉഴപ്പും. ഉടമ്പടി ഉഴപ്പുമ്പോൾ എന്താ സംഭവം, അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്ന സംരക്ഷണമുണ്ട്. അത് നിൻ്റെ പിന്നിലും പുറകിലുമൊക്കെ വരികയില്ലേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന.
52:12. ഐസയ 52:12. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും, കർത്താവ് നിന്റെ മുമ്പിൽ നടക്കും, ഇസ്രായേലിന്റെ ദൈവമായിരിക്കും, ഇസ്രായേലിന്റെ ദൈവമായിരിക്കും, നിങ്ങളുടെ പിൻകാവൽക്കാരൻ. അപ്പൊ രണ്ട് സംരക്ഷണം, ഡബിൾ എഡ്ജ് സംരക്ഷണമാണ്. മുമ്പിലും നമുക്ക് പുറകിൽ കണ്ണിലല്ല, അതുകൊണ്ട് പുറകിലും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാവും. പിന്നെ എന്താണ്, മുമ്പിലും സംരക്ഷണം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഈ സംരക്ഷണം നമുക്ക് നഷ്ടപ്പെടുന്നത്, വേറെ ഒരു ദൈവത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ സംരക്ഷണമാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, ദൈവത്തെക്കാൾ ഉപരി മറ്റു വ്യക്തികൾക്ക്, വസ്തുക്കൾക്ക്, വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംരക്ഷണം നഷ്ടപ്പെടുത്തുവാൻ എന്നെ അനുവദിക്കരുത്, എന്നെ അനുവദിക്കരുത്. ഹല്ലേലൂയ, പെട്ടെന്ന് തന്നെ പോരെ, റൂം കാലിയായിട്ടുണ്ട്. അങ്ങനെ ഒരു രാത്രി 11 മണിക്ക് എന്നെ വണ്ടി വിളിച്ച് റൂമിലേക്ക് എത്തിച്ചു തന്നു. അത് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ എൻ്റെ മോനെ പാർട്ട് ടൈം ജോലി കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വചനം ഞാൻ വിചാരിച്ചു, വചനമേ, ജോസഫച്ചൻ പറയാറുണ്ട്, വചനം എഴുതി വചനത്തോടുകൂടി ജീവിക്കാം, എന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന്. ഞാനപ്പോൾ അവനെ ഏഷ്യ 30:18 വചനം, കർത്താവ് നീതിയുടെ ദൈവമാണ്, അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഭാഗ്യവന്മാ എന്ന വചനം ഞാൻ 1000 പ്രാവശ്യം എഴുതാൻ തീരുമാനിച്ചു. 38 പ്രാവശ്യമായപ്പോഴേക്കും അന്ന് രാത്രി എൻ്റെ മകൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ മകൻ അവിടെ ജോലി ശരിയായി. ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി, കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് എനിക്ക് മമ്മി ഇൻ്റർവ്യൂ കാർഡ് വന്നത്, ജോലി ശരിയായി എന്ന് മോൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവന് പാർട്ട് ടൈം ജോലി ശരിയായി. പിന്നെ എൻ്റെ മൂത്ത മകന് വിദേശത്ത് പോകാൻ പല തടസ്സങ്ങളുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ഞങ്ങൾ കൊടുത്തിരുന്നു, പക്ഷേ ഒന്നും ശരിയായിരുന്നില്ല. പിന്നെ ഒരു സ്ഥലത്ത്, അർമേനിയ എന്ന സ്ഥലത്ത് വിസ ലഭിച്ചു. പക്ഷേ പോകുന്ന ഒരാഴ്ചയ്ക്ക് മുൻ വരെ പോകാൻ തടസ്സമുള്ള ഒരു കേസിലേക്ക് അവനാകപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ സാധിക്കില്ല എന്ന് തന്നെ വിചാരിച്ചത്. പക്ഷെ ഞാൻ വചനം അവന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന വചനമാണ് ലൂക്ക 18:27. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന വചനം എനിക്ക് ലഭിച്ചിരുന്നു. ആ വചനം ഞാൻ എഴുതി 389 പ്രാവശ്യമായപ്പോഴേക്കും എൻ്റെ മകന് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ വിദേശത്തേക്ക് വിട്ടോ, കുഴപ്പമില്ല, കേസൊന്നുമില്ല എന്നും പറഞ്ഞ് എൻ്റെ മോനെ പോകാൻ സാധിച്ചു. അത് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവ് ഞങ്ങൾക്ക് തടസ്സങ്ങൾ തരുന്നുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം യേശുവിനും മാതാവും കൂടുതൽ വിളിക്കുവാനും യേശുവിനും മാതാവിലേക്ക് ചേർന്ന് നിൽക്കാനും വേണ്ടിയാണ് ഞങ്ങൾക്ക് വിഷമതകളും സങ്കടങ്ങളും തരുന്നതെന്നും ഞാൻ ഹസ്ബൻഡിനോട് പറയും. ഞങ്ങൾ കൂടുതലായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നും ഈശോയുടെ മാതാവിൻ്റെ കൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയും മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്തതൊന്നുമില്ലെന്നും ഈശോ മാതാവ് ഞങ്ങളെ പഠിപ്പിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കുമായിരുന്നു. മറ്റുള്ളവർക്ക് സഹായങ്ങൾ എന്താ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. പിന്നെ രോഗികളെ പോയി കാണും. പിന്നെ പള്ളിയിൽ മുടങ്ങാതെ ഞാൻ പോകും. പോയില്ലെങ്കിൽ എനിക്ക് അസ്വസ്ഥയാണ്, എന്നും പോകും, പ്രാർത്ഥിക്കും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ അക്രസ്തവരായ എല്ലാവർക്കും ഇവിടുന്നുള്ള കൃപാസന പത്രം എല്ലാവർക്കും വിതരണം ചെയ്യും. എല്ലാവർക്കും വേണ്ടി, രോഗികൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ എന്നും നിലനിൽക്കുന്നു. യേശുവേ സ്വസ്ത്ര, യേശുവേ നന്ദി. ഈ ഇത്രയും തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ യേശുവിനും മാതാവിനും കോടിക്കണക്കിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ പേര് ജോളി.
ഞാൻ കല്ലൂരിൽ നിന്ന് വരുന്നു. 2022 ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളത്. 2023 ജനുവരി മാസത്തിൽ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. വയറ്റിൽ നിന്ന് പോകുമ്പോൾ ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണാവോ, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോളെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഇത് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മോള് പറഞ്ഞു, അമ്മ അപ്പച്ചനോട് പറയുമെന്ന് പറഞ്ഞു. എനിക്ക് ധൈര്യമില്ല പറയാൻ, എന്നുവെച്ചാൽ ഒരുപാട് കടബാധ്യതകളുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഞാൻ ഒരു മാസം കഴിഞ്ഞു, ഫെബ്രുവരി ആയിപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അപ്പച്ചനോട് പറയാണ്ട് രക്ഷയില്ല. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പം നീ എത്ര ദിവസം പറയാങ്ങെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു എങ്ങനെ പറയുക, കാശ് വേണ്ട നമുക്കെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കാശില്ലെങ്കിൽ നീ പറയാണ്ടിരുന്ന എന്താ ശരിയാവുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ വീട്ടിൽ അടുത്ത് തന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂലക്കൂരിൻ്റെ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് എനിക്ക് മരുന്ന് തന്നു. എന്നിട്ട് അത് കഴിച്ചിട്ടും യാതൊരു കുറവുണ്ടായില്ല. അപ്പോൾ പിന്നെ ബ്ലഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പേടിയായി, എൻ്റെ മാതാവേ കാശും ഇല്ലല്ലോ ഞങ്ങൾക്ക്, ഞാൻ എന്ത് ചെയ്യും കർത്താവേ. എന്നിട്ട് ഞാൻ കണ്ട ഡോക്ടർ എനിക്ക് റെസിപ്റ്റ് തന്നു, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ പോയി സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു എനിക്ക് ക്യാൻസറിൻ്റെ നേരിയ ഒരു സൂചന കാട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനത് വീട്ടിൽ വന്ന് സ്കാനിങ്ങിന് പോയപ്പോൾ എൻ്റെ നാത്തൂനും എൻ്റെ അനിയത്തിയൊക്കെ വന്നു. ഞങ്ങൾ 3 ആളും പൊട്ടിക്കരഞ്ഞു. ആ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൃപാസന മാതാവിൻ്റെ പത്രം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു ഒരു ചേച്ചി. അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഇനി പേടിക്കില്ല. അപ്പോൾ എനിക്കൊരു ധൈര്യം വന്നു. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു ജോളി നിനക്ക് നല്ല ധൈര്യം ഉണ്ടല്ലോ ജോളിയെ. ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, എനിക്കത് കാരണം നല്ല ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സ്കാൻ ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയപ്പോൾ അനിയത്തിനെയും നാത്തൂനെയും ഡോക്ടർ വിളിച്ചു റൂമിലേക്ക്. അപ്പോൾ പറഞ്ഞു പേഷ്യൻ്റ് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കരഞ്ഞു വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു സൂചന കേട്ടിട്ട് എനിക്ക് ഇതാണെന്ന് തോന്നണേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ശരിയാ ജോളിയ എന്ന് പറഞ്ഞു എന്നോട്. ഞങ്ങൾ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി. എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റണില്ല. ഞാനപ്പോൾ ഞങ്ങൾക്കൊരു പച്ചക്കറി കടയാണ്. അവിടുന്ന് ചേട്ടനെ വിളിച്ച് രാത്രി എൻ്റെ മോനും കൂടി അനിയത്തിയുടെ വീട്ടിലേക്ക് വന്നു. 3 ആളും പൊട്ടിക്കരഞ്ഞു, കാശുമില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്തുട്ടാ ചെയ്യുക. അപ്പം ഞാൻ അതിക്ക് മുന്നേ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി പറയാറുണ്ട് എനിക്ക് എന്തെങ്കിലും തരുമോ നിങ്ങളെന്ന്. അപ്പോൾ അവർ പറയും ഇപ്പം കാശൊന്നുമില്ല ജോളിയാ, നിനക്ക് ഭാഗം വയ്ക്കുമ്പോൾ തരാമെന്ന് പറയും. അപ്പം ഞാൻ പറയും അന്ന് ശരി എന്ന് പറയും. അത് കഴിഞ്ഞപ്പോൾ ദൈവമേ ഇനിയിപ്പോൾ ഇത് വന്നപ്പോൾ എനിക്ക് തരുമോ ദൈവമേ എന്ന് ചോദിച്ചു. ഞാൻ പറയാണ്ട് തന്നെ എൻ്റെ മാതാവ് എനിക്ക് അവരെ കൊണ്ട് കാശ് തരാൻ സമ്മതിച്ചു. 2.5 ലക്ഷം രൂപ തന്ന് എൻ്റെ ഓപ്പറേഷൻ നടത്തി. എല്ലാം ഭംഗിയായി നടന്നു. എൻ്റെ പെറ്റ് സ്കാൻ ചെയ്തു. അപ്പോൾ പറഞ്ഞു യാതൊരു കുഴപ്പമില്ല, നിനക്ക് അത് നോർമലായി കണ്ടിട്ടുള്ളൂ, നിനക്ക് വേറൊരു കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് പേടി എൻ്റെ മുടി കൊഴിഞ്ഞു പോകുമെന്നാണ് എനിക്ക് പേടി അറിഞ്ഞത്. എനിക്ക് കടയിൽ പോകേണ്ടതാ. ഞാനപ്പോൾ എന്നും തലയിൽ തൈലം പുരട്ടും. കീമോ ചെയ്ത് വരുമ്പോൾ മുടി പതുക്കെ ഒന്ന് പിടിച്ച് വലിച്ചു നോക്കും, മുടി പോവോ മാതാവിൻ്റെ, എൻ്റെ മുടി പോവല്ലേ. എന്നിട്ട് ഞാൻ ഈ തൈലം തലയിൽ എന്നും പറ്റും. അപ്പം എല്ലാവരും പറയും ജോളിയാ നിൻ്റെ മുടിയൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്നതാ ഈ അനുഗ്രഹം എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്നതാ. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഞാൻ പ്രേക്ഷിത വേലയ്ക്ക് പോവും. പിന്നെ ഞാൻ ഭക്ഷണം കൊടുക്കാനായിട്ട് പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ തന്നെ 2ാമത്തെ സാക്ഷ്യം, കഴിഞ്ഞ കൊല്ലം എൻ്റെ മോള് എൻ്റെ വീട്ടിലേക്ക് ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓണത്തിന് അവൾ ഒരാഴ്ച നിന്ന് കഴിഞ്ഞതിന് ശേഷം അവൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോയി. അവളുടെ ആക്റ്റീവമ്മ അവൾ പോയി. ഞാൻ ഈ 2 കൊച്ചു മക്കളാണ് അവൾക്ക്, അവനും കൊണ്ട് ഞാൻ പോയി. അപ്പോൾ അവൾ എന്ത് ചെയ്തു, ഒരു ഉച്ച തിരിഞ്ഞാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ അവളുടെ സ്വർണ്ണമൊക്കെ ഊരി അവൾ ബാഗിൽ വെച്ചു.
ആ ബാഗ് അവൾ വണ്ടിയുടെ ഉള്ളിലാണ് അവൾക്ക് കിട്ടുമെന്ന് ഓർമ്മ ഉണ്ടായത്. പക്ഷെ അവൾ വണ്ടിയുടെ ഉള്ളിലല്ല ഇട്ടെ, അവൾ ഓട്ടോറിക്ഷയിൽ വെച്ചു. അവൾ മറന്നു പെട്ടെന്ന് പോകേണ്ട തിരക്കിൽ. അപ്പോൾ ആ ബാഗ് ഈ വെള്ളിമൂങ്ങ ഓട്ടോറിക്ഷയിലാണ് പോയത്. അപ്പോൾ ആ പിന്നിലത്തെ സിബിൽ അവൾ ഇത് വെച്ചു. അവളുടെ വിചാരം സ്വർണ്ണം അവളുടെ കയ്യിലാന്ന. എന്നിട്ട് ഈ ബാഗിൻ്റെ ഉള്ളിൽ ഈ വണ്ടിയുടെ പിന്നിൽ വെച്ചപ്പോൾ വണ്ടി ഒരു ടേഡിങ്ങിൽ തിരിഞ്ഞു പോയപ്പോൾ ഈ ബാഗ് തെറിച്ച് പോയി. അപ്പോൾ ഞങ്ങൾ വീടെത്താറായിരുന്നു. അപ്പം മോള് എന്നെ വിളിച്ചു നോക്കണു, അമ്മ എൻ്റെ ബാഗ് പോയിന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മോളെ നീ വണ്ടിയുടെ മുമ്പിൽ വെക്കുന്ന ബാഗ് നീ പോയത് അറിഞ്ഞില്ലേ മോളെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് ആൾ പറഞ്ഞു, അമ്മ ഞാൻ മറന്നിട്ട് ഈ ഓട്ടോറിക്ഷയുടെ പിന്നിൽ വെച്ചു, ഡ്രസ്സുകൾ വെക്കുന്ന ബാഗിൻ്റെ കൂടെ ഞാനിത് വെച്ചു. പക്ഷെ ഇത് തെറിച്ചു പോയി, ആമ്പല്ലൂർ സെൻറ്ററിൽ വീണു ഈ ബാഗ്. അപ്പം തന്നെ ഓട്ടോറിക്ഷക്കാർക്ക് കിട്ടി. അപ്പോൾ ചില ആൾക്കാരത് കാലുകൊണ്ട് തോണ്ടിയെടുക്കാൻ നോക്കി. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാർ അവർക്ക് കൊടുത്തില്ല, അത് ഞങ്ങൾ കൊടുത്തോളാമെന്നും പറഞ്ഞ് ആ ബാഗ് അവർ മേടിച്ചു വെച്ചു. എന്നിട്ട് അവർ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ 6 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു അതിൽ. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ മാതാവേ, 6 പവൻ പോയിട്ട് 1/2 പവൻ മേടിക്കാൻ യോഗ്യതയില്ലാത്ത ഞങ്ങൾ ഇനി എങ്ങനെ അത് തിരിച്ചു കൊടുക്കും മാതാവേ എന്ന് ഞാൻ വിളിച്ചു. ആ ഓട്ടോറിക്ഷക്കാരൻ അവളുടെ ഭർത്താവിൻ്റെ ഡോക്ടറെ കാണിച്ച സ്ലിപ്പ് ഉണ്ടായിരുന്നു ബാഗിൻ്റെ ഉള്ളിൽ. ആ സ്ലിപ്പിൽ നമ്പർ നോക്കി അവന് വിളിച്ചു. അപ്പോൾ അവൻ മോൾക്ക് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വീടെത്താറായിട്ടാ. അപ്പോൾ മോൾക്ക് വിളിച്ചപ്പോൾ മോള് പറഞ്ഞു, അമ്മ ചേട്ടൻ വിളിച്ചു നോക്കണു, ആമ്പല്ലൂർ വെച്ചിട്ട് ഈ ബാഗ് കിട്ടിയിട്ടുണ്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിനെന്ന് പറഞ്ഞു. ഞങ്ങൾ വേഗം തന്നെ അപ്പം തന്നെ തിരിച്ചു വന്ന് ആ ബാഗ് ആ ചേട്ടൻ ഞങ്ങൾക്ക് തന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ തന്നെ ഞാൻ അഞ്ചെത്തിയുടെ മോൾക്ക് ഒരു കുട്ടി ഉണ്ടാവാണ്ട് 3 വർഷമായി. അവർക്ക് കുട്ടികളില്ലാണ്ട്. അപ്പോൾ വീട്ടിൽ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവിടെ ചീത്ത പറഞ്ഞു തുടങ്ങി, നിനക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളും പിള്ളേരുണ്ടായേനെ എന്ന് പറഞ്ഞ് അവളെ ചീത്ത പറഞ്ഞ് അവിടെ തല്ലുകൂട്ടാൻ തുടങ്ങി. അപ്പം അവൾ എന്നോട് വന്ന് പറയും, ജോളി ഞാൻ എന്താ ചെയ്യുക നീ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, കൃപാസന മാതാവിൻ്റെ അടുത്തേക്ക് ചെല്ല്, മാതാവ് നിനക്കൊരു കുഞ്ഞിനെ തരും. അപ്പോൾ അവൾ പറഞ്ഞു, നീ സാക്ഷ്യം പറയുമോ ജോളിയെ? ഞാൻ പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം. അമ്മ മാതാവ് നിനക്കൊരു കുഞ്ഞിനെ, എൻ്റെ മോൾക്കൊരു കുഞ്ഞിനെ കൊടുക്കും. അങ്ങനെ അമ്മ മാതാവ് അവളുടെ മകൾക്കൊരു പെൺകുഞ്ഞിനെ കൊടുത്ത് ഒരു സുഖമായിട്ട് ജീവിക്കുന്ന ഒരു കുഴപ്പമില്ല. യേശുവെ പരിശുദ്ധ കുന്തിരിക്കുമാരനും 1000 നന്ദി. ತಂದೆಯೇ ಸ್ತೋತ್ರ, ಯೇಸುವೆ ಸ್ತೋತ್ರ, ಪವಿತ್ರಾತ್ಮರೇ ಸ್ತೋತ್ರ. ನನ್ನ ಹೆಸರು ಅಮ್ಲಾ ಮೇರಿ ಅಂತ. ನಾನು ಬ್ಯಾಂಗ್ಳೂರಿಂದ ಬಂದಿದ್ದೀನಿ. ನಾನು ಕನ್ವೆನೆಂಟ್ ತೊಗೊಂಡು ಒಡಂಬಡಿಕೆ ತೊಗೊಂಡು 5ನೇ ತಾರೀಕು 2ನೇ ತಿಂಗಳು ಮತ್ತು 24ರಲ್ಲಿ ನಾನು ಒಡಂಬಡಿಕೆ ತೊಗೊಂಡೆ. ಈ ಒಡಂಬಡಿಕೆಗೆ ನಾನು ಬಂದಾಗ ಏನಿಲ್ಲಿ ಅದ್ಭುತ ಕಾರ್ಯಗಳು ಮಾಡ್ತಾಯಿದ್ದಾರೆ ತಾಯಿ ಅಂತ ನಾನು ನೋಡಿದೆ. ಹಾಗಾಗಿ ನಾನು ಒಡಂಬಡಿಕೆ ತೊಗೊಂಡು 3 ತಿಂಗಳ ನಂತರ ನಾನು ಇಲ್ಲಿ 2ನೇ ಸಲ ನಾನು ಬಂದು ಇಲ್ಲಿ ಸಾಕ್ಷಿ ಹೇಳೋದು ಏನಂದರೆ, ನನ್ನ ಮಗನಿಗೆ ಕಾಲೇಜಿಗೆ ಅಂದರೆ ಅವನು BCom IF ಇದು ತೊಗೊಬೇಕಾಗಿತ್ತು ಸಬ್ಜೆಕ್ಟು. ಸೊ ಅವನು 76% ತೊಗೊಂಡಿರೋದ್ರಿಂದ ಆ ಒಂದು ಕಾಲೇಜಲ್ಲಿ ಸೀಟ್ ಸಿಕ್ಕಿರಲಿಲ್ಲ. ಸೊ ನಮಗೆ ಅದೇ ಕಾಲೇಜ್ ಬೇಕಾಗಿತ್ತು. ಸೊ ನಾವು ಕಾಲೇಜಲ್ಲಿ ಎಂಟ್ರಿ ಹೋಗ್ಬೇಕಾದ್ರೆ ಆ ಉಪ್ಪನ್ನು ಮತ್ತು ಜೇನುತುಪ್ಪನೂ ಇಟ್ಕೊಂಡು ಪ್ರಾರ್ಥನೆ ಮಾಡಿ, ಆ ಉಪ್ಪನ್ನು ನಾವು ಬಂದುಬಿಟ್ಟು ಆ ಕಾಲೇಜಿಗೆ ಸುತ್ತಲ ಒಂದು ಸ್ವಲ್ಪ ಕಡೆ ಹಾಕ್ಬಿಟ್ಟು ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡ್ಕೊಂಡು ಒಳಗಡೆ ಹೋದ್ವಿ. ಒಂದು ಟೈಮ್ಗೆ ಹೋದಾಗ ಅಲ್ಲಿ ಅಡ್ಮಿಷನ್ ಇಲ್ಲ ಅಂತಂದರು. ಮತ್ತು 2ನೇ ಸಲಿನೂ ಹೋದ್ವಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿಕೊಂಡು, ಇಲ್ಲ ಅಂದರು. 3ನೇ ಸಲ ನಾವು ಕೇಳಿದ್ವಿ, ಇಲ್ಲ 3 ಸಲಿನೂ ನಾವು ಬಂದು ಕೇಳಿದ್ವಿ, ಯಾಕೆ ನೀವು ಅಡ್ಮಿಷನ್ ಇಲ್ಲ ಅಂತ ಹೇಳಿ ಮತ್ತೆ ಕರೀತಾ ಇದ್ದೀರಾ ಅಂದರೆ, ಅವ್ರು ಹೇಳಿದ್ರು, ಇಲ್ಲ ಯಾರು ನಿಮಗೆ ಹೇಳಿದ್ದು ಅಂತ ಕೇಳಿದ್ರು. ಹಾಗಾಗಿ ಅವರು ಒಂದು ಸಿಸ್ಟ್ರು ಕಾಲ್ ಮಾಡಿದರು, ಅಲ್ಲಿ ಟೀಚರು. ಅವ್ರು ಕಾಲ್ ಮಾಡಿದ ಕೂಡಲೇ ನಾವು ಅವರಿಗೆ ಕಾಲ್ ಮಾಡಿದ್ವಿ. ನೋಡಿದ್ರೆ ಅವರು ಅಲ್ಲಿ ಬಂದಿಲ್ಲ. ಸೊ ಆಮೇಲೆ ಇಟ್ಕೊಂಡು, ಸರಿ ಆಯಿತು ನೀವು ಹೋಗಿ HM ಹತ್ರ ಮಾತಾಡಿ ಅಂತಂದರು. ಸೊ ನಾವು HM ಹತ್ರ ಮಾತಾಡಿ ನನ್ನ ಮಗನಿಗೆ ಸೀಟ್ ಸಿಕ್ತು. ಅವನು ಏನು ಆಸೆ ಪಟ್ಟಿದ್ನೋ BCom IAF ಆ ಒಂದು ಈಗ ಕಾಲೇಜ್ಗೆ ಹೋಗ್ತಾ ಇದ್ದಾನೆ. ದೇವ್ರಿಗೆ ಕೋಟಿ ಸ್ತೋತ್ರ ಹೇಳಬೇಕು. ಹಾಗಾಗಿ ಇನ್ನೊಂದು ಸಾಕ್ಷಿ ಬಂದುಬಿಟ್ಟು,
ನಾನು ಒಂದು ಬಸ್ರಿ ಹೆಂಗಸು ಹಿಂದೂ ಧರ್ಮದ ಸೇರಿದವಳು. ಗಂಡ ಹೆಂಡ್ತಿರು ತುಂಬ ಕಷ್ಟದಲ್ಲಿ ಅವರು ನಮ್ಮ ಮನೆ ಹತ್ರ ಬಂದರು. ಅವರು ಮಗು ತುಂಬಿದ ಬಸ್ರಿ 9 ತಿಂಗಳು ಬಸ್ರಿಯೋಕ್ಕೆ ಆ ಮಗುವಿಗೆ ಹಾರ್ಟ್ ಅಟ್ಯಾಕ್ ಒಳಗಡೆ ಹಾರ್ಟ್ ಪ್ರಾಬ್ಲಮ್ ಇದೆ ಅಂತ ಹೇಳಿದ್ರು. ಆ ಬಸ್ರಿ ಪಾಪ ಅಳ್ತಾ ನನ್ನ ಹತ್ರ ಹೇಳೋದ್ರಿಂದ ನಾನು ಏನು ಮಾಡಿದೆ, ತಾಯಿದು ಆ ಜೇನುತುಪ್ಪನೂ ಮತ್ತು ಉಪ್ಪನ್ನು ಆ ಎಣ್ಣೆ ಬಂದುಬಿಟ್ಟು ಹೊಟ್ಟೆಗೆ ಸರಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ, ವಿಶ್ವಾಸದ ಪ್ರಾರ್ಥನೆ ಮಾಡಿ, ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಏನಿದೆಯೋ ಪ್ರಾರ್ಥನೆಗಳನ್ನ ನಾನು ಮಾಡಿ ಉಪ್ಪು ಎಣ್ಣೆ ಮತ್ತು ಅದು ಜೇನುತುಪ್ಪ ಅವ್ರ ಫ್ಯಾಮ್ಲಿಗೆ ನಾನು ಕೊಟ್ಟೆ. ಮಗು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಸುರಕ್ಷಿತವಾಗಿ ಆರೋಗ್ಯವಾಗಿ ಮಗು ಡಿಲಿವರಿ ಆಯಿತು. ಹಾಗಾಗಿ ದೇವರಿಗೆ ಕೋಟಿ ಸ್ತೋತ್ರ ಹೇಳ್ತಾ ಇದ್ದೀನಿ. ಮತ್ತು ನಾವು JMJ ಚಾರಿಟಬಲ್ ಟ್ರಸ್ಟ್ ಅಂತ ಮಾಡ್ತಾಯಿದ್ದೀನಿ. ಆ ಟ್ರಸ್ಟು ಮಾಡಬೇಕಾದ್ರೆ ತುಂಬ ಕಷ್ಟದಲ್ಲಿ ಸಾಲಗಳಲ್ಲಿ ಇದ್ವಿ. ಸಾಲಗಳೆಲ್ಲ ದೇವ್ರುಗಳು ಬಿಡುಗಡೆ ಮಾಡ್ತಾಯಿದ್ದಾರೆ. ಮತ್ತು ನಮ್ಮದು ಅಮೆಂಡ್ಮೆಂಟನ್ನು ನಾನು ಬೇಡ್ಕೊಂಡಿದ್ದೆ. ಅಮೆಂಡ್ಮೆಂಟು ತಿಂಗಳಲ್ಲಿ ಜೂನಲ್ಲಿ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಅಮೆಂಡ್ಮೆಂಟ್ ಆಯಿತು. ಮತ್ತು ಈಗ ನಾವು ಇಲ್ಲಿ ದೇವಸ್ಥಾನಕ್ಕೆ ಮನೆಗೆ ಹೋಗೋ ಕೂಡಲೇ 8ನೇ ತಾರೀಕು ಅಲ್ಲಿ ಪೂಜೆ ಮಾಡಬೇಕು ಅಂತ ನನಗೆ ಸುದ್ದಿ ಬಂತು. ಸೊ ತಾಯಿಗೆ ನಾನು ಕೋಟಿ ಸ್ತೋತ್ರ ಹೇಳ್ತಾ ಇದ್ದೀನಿ. ಥ್ಯಾಂಕ್ ಯು ಅಮ್ಮ ಕೃಪಾಸನಂ ತಾಯಿಗೆ. ಸ್ತೋತ್ರ ತಂದೆ ಸ್ತೋತ್ರ ತಾಯಿ. ಮತ್ತು ನಮ್ಮದು ಓಲ್ಡ್ ಏಜ್ ಹೋಮಲ್ಲಿ ನಾನು ಸೇವೆ ಅಂದರೆ ನಮ್ಮದೇ ಓಲ್ಡ್ ಏಜ್ ಹೋಮ್ ಇದೆ. ಆ ಓಲ್ಡ್ ಏಜ್ ಹೋಮಲ್ಲಿ ಯಾರಿಗಾದರೆ ವಯಸ್ಸಾದವರಿಗೆ ತೊಂದರೆಗಳಿತ್ತಂದರೆ ಎಣ್ಣೆಗಳು ಉಪ್ಪು ಅವರಿಗೆ ನಾನು ಅವರಿಗೆ ಪ್ರಾರ್ಥನೆ ಹೇಳಿ ಆ ಎಣ್ಣೆ ಉಪ್ಪನ್ನ ಕೊಟ್ಟಾಗ ಅವರಿಗೆ ನೋವುಗಳು ಎಷ್ಟೋ ಗುಣವಾಗಿದೆ. ಮತ್ತು ಎಷ್ಟೋ ಕುಟುಂಬಗಳಲ್ಲೂ ತುಂಬ ಕಷ್ಟದಲ್ಲಿ ಇರೋ ಕುಟುಂಬಗಳಿಗೂ ಹೋಗ್ತೀನಿ. ಆ ಎಣ್ಣೆನ ಸವರಿಸಿ ಆ ಶಿಲ್ಬೆ ಗುರ್ತು ಹಾಕಿ ಅಮ್ಮನ ಪ್ರಾರ್ಥನೆ ಹೇಳಿ ಉಪ್ಪನ್ನು ಮತ್ತು ಆ ಒಂದು ಜೇನುತುಪ್ಪನ ಅವರಿಗೆ ಕೊಟ್ಟು ಬರ್ತೀನಿ. ಎಷ್ಟೋ ರೋಗಿಗಳು ಅವ್ರ ಮನೆ ಕುಟುಂಬಗಳೂ ಸರಿಯಾಗಿದೆ. ಅಮ್ಮಗೆ ಕೋಟಿ ಸ್ತೋತ್ರ ನಾನು ಹೇಳ್ತಾ ಇದ್ದೀನಿ. ಥ್ಯಾಂಕ್ ಯು.